ഹായ്, ഞങ്ങളുടെ ബാല്യ 4-ാമത്തെ ദിവസം കേട്ടോ. അപ്പം ഞങ്ങളുടെ ഡ്രൈവർ ഇന്ന് മാറിയിട്ടുണ്ട്. പക്ഷേ ആളുടെ കസിനാണ്, ആൾക്ക് ഏതോ പുതിയ ഗ്രൂപ്പ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ആളുടെ കസിനെ ഞങ്ങൾക്ക് തന്നതാണ്. ഇനി നെക്സ്റ്റ് 2 ഡേയ്സിലേക്ക്. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് അറ്റിനറി ഉണ്ട്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ടാണ് ഞങ്ങളിന്ന് പോകുന്നത്. നമ്മൾ പോകുന്ന നമുക്ക് ഇഷ്ടം പോലെ ക്രാഫ്റ്റ്സ് കാണാം കേട്ടോ. നമുക്ക് ഇഷ്ടം പോലെ കളക്ട് ചെയ്യാൻ പറ്റും. അൺഫോർച്യുനേറ്റ്ലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ ബാഗ് ഫുൾ പാക്കാണ്, എനിക്കൊന്നും വാങ്ങാൻ പറ്റൂല. ആ അവസ്ഥയിലാണ് ഉള്ളത്. അത് ഞങ്ങൾ പോകുന്നത് ഒരു ഗേറ്റ് വേ അവിടെ എന്താ ഫോട്ടോ എടുക്കുന്ന ഒരു ഗേറ്റ് വേ, എന്തെങ്കിലും പേര് കറക്റ്റായിട്ട് മറന്നുപോയി എൻ്റെ അടുത്ത്. അപ്പോൾ അവിടേക്കാണ്. അപ്പം അവിടെ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് ഫോട്ടോഗ്രാഫർ എടുക്കുകയും ചെയ്യാം, പിന്നെ നമുക്ക് ഫോട്ടോ എടുക്കുകയും ചെയ്യാം. ഇത്രയാണ് ഇതിൽ പറഞ്ഞത്. ഇതിൻ്റെ ഇന്ത്യൻ എമൗണ്ട് ഈ കറക്റ്റ് മറന്നുപോയി, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും. ഇവിടെ നമുക്ക് ഫോട്ടോഗ്രാഫർ ഉണ്ടെങ്കിൽ നമുക്ക് കുറേ സമയം കിട്ടും, ഇല്ലെങ്കിൽ നമുക്ക് ആകെ 5 മിനിറ്റേ കിട്ടുള്ളൂ. അവർ 5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ അവിടെയുള്ള ആൾക്കാർ പൊക്കോളാൻ പറയും. അത് ആരും വേറെ കിട്ടും. ഓണസ്റ്റ്ലി ഞാൻ പറയാം, അടുത്തേക്ക് ആരും പോകണ്ട. ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കൽ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്നത് ഉലുൻ ബാനു ബെരറ്റാൻ ടെമ്പിൾ, കണ്ടാൽ നമുക്ക് മനസ്സിലാവും, അങ്ങനെ ഒരു പേരിലാണ്. അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല വലുതാട്ടോ. നമുക്ക് എവിടെ നോക്കിയാലും ഫോട്ടോ എടുക്കാനൊക്കെ പറ്റും. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾ 2 പേര് മാത്രമേ ഉള്ളൂ. പിന്നെ സെൽഫി സ്റ്റിക്കും എടുത്തില്ല. അപ്പോൾ ഞങ്ങൾ ആൾക്കാരെടുത്തതിനെ ചോദിച്ച് ഫോട്ടോ എടുക്കുകയായിരുന്നു ചെയ്തത്. ഞങ്ങൾ ഡ്രൈവർ ഉള്ളിലോട്ട് വന്നിട്ടില്ല. ഡ്രൈവർ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് എടുത്തു തരുമായിരുന്നു. പക്ഷേ ഡ്രൈവർ ഉള്ളിലോട്ട് വന്നില്ല. അപ്പം നന്നായിട്ട് നല്ല രസമായിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റും. ഞങ്ങൾ കുറേ ഫോട്ടോ എടുത്തിട്ടുണ്ട്, സിംഗിളൊക്കെ. പിന്നെ നമുക്ക് വീഡിയോസൊക്കെ നല്ല രസമായിട്ടോ കാണാൻ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് ACKയിലാണ്. ഞങ്ങൾ 2 പേരും ACKയുടെ ഭയങ്കര ഫാനാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. കാരണം വെച്ചാൽ വെറും ചിക്കനും ചോറും ആണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇനി ഇപ്പോൾ വേറെ ഒന്നും അവിടെ പോകുന്ന വഴി ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ AC കയറി. ഇനി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകുന്നത് കിന്താമണി വോൾക്കാനോ വ്യൂയിലേക്കാണ്. അപ്പോൾ അവിടുന്ന് കുറച്ച് ഒരു 1 hour ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. അപ്പം അവിടേക്കാണ് ആദ്യം പോകുന്നത്. വോൾക്കാനോ വ്യൂയിലേക്ക് നമുക്ക് നമ്മളുടെ വണ്ടി കൊണ്ടുപോകാൻ പറ്റില്ല. അവരുടെ ഒരു ട്രക്കിംഗ് ജീപ്പുണ്ട്. അപ്പോൾ നല്ല പൈസ കേട്ടോ അവർ പറയുക. നമ്മൾ നെഗോഷിയേറ്റ് ഞങ്ങൾ ഹാഫാക്കി എടുത്ത്. ഞങ്ങൾ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതിൽ. ഒരു 10 പറഞ്ഞ് ഞങ്ങൾ എന്തോ 5-ലോ 4-ലെങ്ങാണ്ട് ഇവർ എത്തിച്ചിട്ടുണ്ട്. അത്രയും നമ്മൾ ഇല്ല ഞങ്ങൾക്ക് ഓക്കെ അല്ല. പിന്നെ ഡ്രൈവറും എൻ്റെ ക്ലയൻറ്റ് ഓക്കെ അല്ല എന്ന് പറഞ്ഞ് അവസാനം നമ്മൾ അത്രയും ചെറിയ എമൗണ്ടിൽ ഞങ്ങൾക്ക് സെറ്റാക്കി തരിക ചെയ്തത്. അല്ലേ നമ്മൾ നല്ലോണം പറ്റിക്കും. പ്രത്യേകിച്ച് നമ്മൾ 2 പേരല്ലേ ഉള്ളൂ. ഇപ്പോൾ ഗ്രൂപ്പൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. അപ്പം ഇവിടെ നമുക്ക് ഇതൊരു പ്രൈവറ്റ് സ്പേസ് ആട്ടോ. അതിപ്പം വോൾക്കാനോ വന്നിട്ട് അടിഞ്ഞു കൂടിയ സ്ഥലമാണിത്. നമ്മുടെ വോൾക്കാനോൻ്റെ ഈ ഉരുകുന്ന സംഭവം ഉണ്ടല്ലോ, ഇതൊരു പ്രൈവറ്റ് സ്പേസ് ആട്ടോ. അപ്പം ഇവിടെ വേറെ ഇവർക്ക് മാത്രമേ, ഇത് ജസ്റ്റ് കൈൻഡ് ഓഫ് ബിസിനസ്സാണ്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്തൊരു ടെമ്പിളും ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ കൂടെ വരുന്ന അവരുടെ ഡ്രൈവർ ഉണ്ടല്ലോ, അതൊരു ഏജൻസി പോലെ എന്തോ ആണ് വർക്ക് ചെയ്യുന്നത് അവിടെ. നമ്മൾ ഏൽപ്പിച്ച ആ ട്രക്കിംഗ് ഡ്രൈവർ നമുക്ക് ഫോട്ടോ എടുത്ത് തരികയും എല്ലാം ചെയ്ത് തരും. അപ്പോൾ ഞങ്ങൾ പോയ സമയത്ത് ആരുമില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ പറ്റും. നല്ല അടിപൊളി സ്ഥലം കേട്ടോ കാണാൻ. ഇത് ഭയങ്കര വേർത്തായിരുന്നു ഞങ്ങൾക്ക് വന്നത്. പൈസ കുറച്ച് കൂടുതലാണെങ്കിലും പക്ഷെ വേർത്തായിരുന്നു ഇത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ റോഡ് സൈഡിലൊരു വ്യൂ പോയിൻറ്റും ഉണ്ട്. പിന്നെ നമുക്കിവിടെ കുറേ കഫേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ ആൾക്കാർ ഈ ജീപ്പ് എടുക്കാണ്ട് കഫേയിൽ പോവുക ചെയ്യുന്നത്. അപ്പം വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ കുറച്ച് സ്നാക്സ് വാങ്ങി. നമ്മൾ ലോക്കൽ സ്നാക്സ്, ഞങ്ങൾ എല്ലാ ഫുഡും ലോക്കൽ ഫുഡാണ് കഴിച്ചത്. അപ്പോൾ ഞങ്ങൾ ഡ്രൈവർ കുറേ ഡ്രൈവർ വാങ്ങിച്ചു തന്നു കേട്ടോ. ഇത് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട്. ആൾ ഭയങ്കര സ്വീറ്റ് ആയിരുന്നു. അപ്പോൾ പഴയ ഡ്രൈവറേക്കാൾ ഭയങ്കര സ്വീറ്റ് ആയിരുന്നു. ഞങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. 2 ദിവസം കൊണ്ട് ഞങ്ങൾക്ക് ആളെ മതിയായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കുറേ മലയാളം വീഡിയോസ് കണ്ടായുള്ള ഞങ്ങൾ വിളിച്ചത്. പക്ഷെ ഞങ്ങൾക്ക് ഓണസ്റ്റ്ലി പറയാൻ ഞങ്ങൾക്ക് അത്ര ഇഷ്ടമായില്ല ആളെ. പക്ഷേ ഇപ്പം വന്ന ആളുടെ കസിന് അടിപൊളി മനുഷ്യനായിരുന്നു കേട്ടോ. ഞങ്ങൾ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാ കാര്യവും ഞങ്ങളെ നോക്കി ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉബൂദിൽ വന്നു. ഞങ്ങൾ ഉബൂദ് തന്നെയാണ് താമസിക്കുന്നത്. അപ്പോൾ വൈകുന്നേരം അവിടെ എന്തോ ഒരു ഘോഷയാത്ര എന്തോ കണ്ടു. ഇതൊരു അമ്പലത്തിലെ ഫെസ്റ്റിവൽ എങ്ങനെയാണ്. അപ്പോൾ ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഇതൊരു ജപ്പാനും ഇവരുടെ ഭാര്യ ഡിഷുമാണ് ഞങ്ങൾ ഓർഡർ ചെയ്ത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ റൂമിലോട്ട് പോയി.
അപ്പോൾ റൂമിൽ പോയപ്പോൾ ഞങ്ങളോട് പറഞ്ഞു ഒരു സർപ്രൈസ് ഉണ്ട് നിങ്ങളുടെ റൂമിൽ. അപ്പോൾ ഞങ്ങളുടെ അവിടുത്തെ ഓണർ ഞങ്ങൾക്ക് തന്ന ഒരു ഗിഫ്റ്റാണിത്. അപ്പം ഇതെല്ലാവരും കൊടുത്തിട്ടില്ല, ഞങ്ങൾക്ക് മാത്രമേ തന്നിട്ടുള്ളൂ എന്ന് ഞങ്ങളുടെ അവരുടെ കെയർ ടേക്കർ പറഞ്ഞിട്ടുണ്ട്. അടിപൊളി സാധനമാണ് കേട്ടോ. ഇതെന്തോ ഇവർ ഹാൻഡ് മെയ്ഡ് ചെയ്യുന്ന സാധനമുണ്ട്. അപ്പോൾ ഞാൻ അത്രയേ ഉള്ളൂ. താങ്ക് യു, ബൈ.